ഇരുന്നേ. എടോ, തനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്റെ സ്നേഹം കുറഞ്ഞു പോയെന്ന്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഏട്ടൻ പഴയ പോലെ തന്നെയാ. എനിക്കാ പ്രശ്നം, ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. അത് ചിലപ്പോ ഇതിന്റെ ആയിരിക്കും. എടോ, ഞാൻ തന്നെ സ്നേഹിക്കാതെ പിന്നെ ആരെയാ സ്നേഹിക്കേണ്ടത്? എനിക്ക് വേറെ ആരാ ഉള്ളത്? ഇത് ഡോക്ടർ പറഞ്ഞത് മൂഡ് സ്വിങ്സിന്റെ പ്രശ്നമാണ്. ഏട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചാ മതി. ഞാനിങ്ങനെ ദേഷ്യം വന്നിരിക്കുമ്പോഴേ അധികം ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരുന്നാ മതി. ഇറിറ്റേറ്റ് ആകുമ്പോൾ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇനി നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരെയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞാൽ മതി. ഞാൻ റൂമിലോട്ട് വരാം. നീ കഥ കടച്ച് എനിക്ക് 2 അടി തന്നോ. ഞാൻ പറയാതിരുന്നാ പോരെ? ഒന്ന് പോവേട്ടാ, എന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ രാത്രി ഉറങ്ങാനൊക്കെ പോകുമ്പോഴേ ശരീരമൊക്കെ ഇങ്ങനെ ആകെ ചുട്ടുപൊള്ളണ ഒരു വേദനയും എന്തോ ഒരു പരവേശമൊക്കെയാ. ഇപ്പഴെല്ലാം മനസ്സിലായേ ഇത് ഇതുകൊണ്ടാന്ന്. എടോ, തൻ്റെ പ്രസവകാലത്തും കുഞ്ഞുണ്ടായ ശേഷമൊക്കെ നമ്മളെല്ലാം ഒരുമിച്ചല്ലേ ഫേസ് ചെയ്തത്. ഇതും നമ്മൾ അതുപോലെ തന്നെ ഫേസ് ചെയ്യും. പോരെ? വലിയ അറിവാടൊന്നും വേണ്ട, നമ്മൾ രണ്ടുപേരും വയസ്സായി. ഏട്ടാ, നിനക്ക് വയസ്സായിട്ടില്ല. ഞാനീ പറഞ്ഞത് എനിക്ക് ദോശയായി. ഒന്ന് പോയി.